നമസ്കാരം. യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ആധുനിക സമൂഹത്തിൽ ആകർഷണ നിയമം എന്ന ഒരു തത്വം വളരെയധികം പ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആകർഷണ നിയമം എന്ന നിയമത്തിലേക്ക് നാം കൂടുതൽ ആകർഷിക്കപ്പെടുവാനുള്ള കാരണം അതേക്കുറിച്ച് അറിയുവാനുള്ള ജിജ്ഞാസയും, മറ്റൊന്ന് ഇത് ഏതോ ഒരു അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തും എന്നുള്ള ഒരു ധാരണയാണ്. എന്നാൽ ഞാൻ പറയുന്നത് ആകർഷണ നിയമം എന്നത് തികച്ചും പ്രകൃതിയിൽ ഉള്ള ഒട്ടും നമുക്ക് ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യമല്ലാത്ത ഒരു ശക്തിയാണ് ആകർഷണ ശക്തി എന്ന് പറയുന്നത്. ഈ ആകർഷണ ശക്തിയെക്കുറിച്ചുള്ള നിയമങ്ങളാണ് നമ്മുടെ ആകർഷണ നിയമം എന്ന് പറയുന്നത്. ആകർഷണ നിയമത്തെക്കുറിച്ച് നാം എത്ര അധികം പഠിച്ചാലും, അതിൻ്റെ നിയമങ്ങൾ നാം എത്ര ആഴത്തിൽ മനസ്സിലാക്കിയാലും നമ്മുടെ ജീവിതത്തിൽ പാടെ ഒരു മാറ്റം സംഭവിപ്പിക്കുവാൻ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കുകയില്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആകർഷണ വികർഷണങ്ങൾ പ്രകൃതിയിൽ എല്ലായ്പ്പോഴും എവിടെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നാം അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ ആകർഷണ നിയമം എന്നുള്ളത് കൊണ്ട് ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് അവനിലേക്ക് നല്ല കാര്യങ്ങൾ ആകർഷിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ അവനിലേക്ക് നല്ല കാര്യങ്ങൾ എന്നതുപോലെ തന്നെ ചീത്ത കാര്യങ്ങളും ആകർഷിക്കപ്പെടുന്നത് ഇതേ ആകർഷണ ശക്തിയുടെ പ്രഭാവം കൊണ്ടാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കുവാനായി ഒരു ഉദാഹരണം നോക്കാം. അതായത്, നിങ്ങളുടെ സ്നേഹിതരും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ ശത്രുക്കളും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹിതനോടുള്ള ആകർഷണവും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതന് നിങ്ങളോടുള്ള ആകർഷണവും ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ സ്നേഹബന്ധം നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളോടുള്ള ആകർഷണവും നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളോടുള്ള ആകർഷണവും കൊണ്ടാണ് നിങ്ങളുടെ ശത്രുതയും നിലനിൽക്കുന്നത്. അതായത് ആകർഷണ ശക്തി എന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ ഗുണത്തിന് ആയിക്കൊള്ളണമെന്നില്ല, അത് നിങ്ങളുടെ ദോഷത്തിനും ഒരു കാരണമായി ഭവിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് നല്ലതു മാത്രം ആകർഷിക്കുക എന്നുള്ള കാര്യം ഒരിക്കലും സാധ്യമല്ല. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് സദാ ചീത്ത കാര്യങ്ങൾ മാത്രമേ ആകർഷിക്കപ്പെടൂ അതും സാധ്യമായ കാര്യമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എതിരായ ശക്തികളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ പ്രകൃതിയിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഉദാഹരണമായി, നിങ്ങൾ ഫുട്ബോൾ കളിക്കുവാനായി മൈതാനത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ടീം നിങ്ങളോട് കളിക്കുവാൻ തയ്യാറായി നിൽക്കുന്നത് കൊണ്ടാണ് ആ ഫുട്ബോൾ കളി അത്രയും ആവേശകരവും അത് ഒരു കളിയും ആയി മാറുന്നത്. അല്ലാത്ത പക്ഷം, അതായത് നിങ്ങൾക്ക് നേരിടുവാൻ എതിരാളികളില്ലെങ്കിൽ, ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കളിക്കുവാൻ ആരുമില്ലെങ്കിൽ, അതിനെ പിന്നെ ഒരു കളി എന്നല്ല പറയുന്നത്. അത് പിന്നെ വെറും ഒരു നിർജീവാവസ്ഥയിൽ ആ ഒരു കളി എത്തിച്ചേരുന്നതായിരിക്കും. അതായത് നിങ്ങളിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായ കാര്യങ്ങളും ആകർഷിക്കുന്നത് ഇതേ ആകർഷണ നിയമം കൊണ്ടാണ്. അതുകൊണ്ട് ആകർഷണ നിയമത്തിലെ തത്വങ്ങളെ നിങ്ങൾ അതേപടി പാലിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളെ തീർത്തും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്ക് ആകപ്പാടെ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്ഥിതിയെയും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെയും ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് നേരിട്ട് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് അനുകൂലമാക്കുക എന്നുള്ളത് നിങ്ങളുടെ പ്രയത്നങ്ങൾ കൊണ്ട് എപ്പോഴും സാധ്യമായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ സാധ്യമാകുമായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം ഇതുപോലെ നിലനിൽക്കുകയില്ല.
ആകർഷണ ശക്തി നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ എന്ന പോലെ തന്നെ ചീത്ത കാര്യങ്ങളും ആകർഷിക്കും എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. ഈ പ്രകൃതി നിയമത്തെ നമുക്ക് മാറ്റുവാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് അംഗീകരിച്ച് മതിയാകും. ആകർഷണ ശക്തി കൊണ്ട് വളരെയധികം അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമെന്നോ അതുമല്ലെങ്കിൽ സംഭവിപ്പിക്കാമെന്നോ വിശ്വസിക്കുന്നവരും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നവരും യഥാർത്ഥത്തിൽ തെറ്റായ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ആകർഷണ വികർഷണ ശക്തികൾ എപ്പോഴും എവിടെയും നമ്മുടെ ചുറ്റും നമുക്കുള്ളിലും എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നാം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ കഴിയാവുന്നിടത്തോളം നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിയന്ത്രിക്കുവാൻ ശ്രമിക്കുകയും ആത്മസംയമനം പരിശീലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ആകർഷണ നിയമം അനുസരിച്ച് ചില തത്വങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ധനം ആകർഷിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതുമല്ലെങ്കിൽ ചില വ്യക്തികളെയോ സംഭവങ്ങളെയോ ആകർഷിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് നേരെ വിപരീതമായ ഫലങ്ങളും സാഹചര്യങ്ങളും നേരിടുവാൻ നിങ്ങൾ തയ്യാറായിരിക്കണം എന്നുള്ളതാണ് വസ്തുത. ധനം ആകർഷിക്കുവാൻ ശ്രമിക്കുന്നവർ ദാരിദ്ര്യത്തെയും കഠിന പരിശ്രമങ്ങളെയും, വ്യക്തികളെ ആകർഷിക്കുവാൻ ശ്രമിക്കുന്നവർ ശത്രുതയെയും, അതുപോലെ തന്നെ തനിക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ ആകർഷിക്കുവാൻ ശ്രമിക്കുന്നവർ വിപരീതമായ സാഹചര്യങ്ങളെയും എപ്പോഴും നേരിടുവാനും തയ്യാറായിരിക്കണം. അല്ലാത്തപക്ഷം ഈ ലൈനിലുള്ള നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ പരിശ്രമങ്ങളും പാഴായി പോകുന്നതാണ് എന്നതാണ് വാസ്തവം. നിങ്ങൾക്കെല്ലാവർക്കും വിജയം ആശംസിച്ചുകൊള്ളുന്നു.